അറിയാൻ വയ്യ മക്കളെ. അപ്പൊ അതും ഇല്ല. എന്തോന്ന് അമ്മൂമ്മേ, വരെ അമ്മൂമ്മക്ക് ഇപ്പൊ അടുക്കളയില് ഒരു സാധനം എവിടെ ഇരിക്കണേന്ന് പോലും അറിയാൻ പാടില്ലല്ലോ. മക്കളെ വയസ്സായില്ലേ, ഓർമ്മക്കുറവ് ഉണ്ടാവത്തില്ലയോ? എന്നും പറ്റും നമുക്ക് പട്ടിണിക്ക് ഇരിക്കാൻ പറ്റുമോ? അതും പറ്റൂലല്ലോ. ശരി, ഞാൻ വെക്കാം. അമ്മൂമ്മക്ക് എന്തൊക്കെ വേണം? കഞ്ഞി വേണം, തേങ്ങ അരച്ച് ചമ്മന്തിയും വേണം, അത്ര പോരെ? അത്രേ മതി. ലച്ചു സെറ്റ് ചെയ്ത് തരാം. നമ്മള് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അതിന് അമ്മൂമ്മ ഇവിടുന്ന് പോണം. അതെ. എന്നാ പിന്നെ അമ്മൂമ്മ മാവൻചോട്ടി കൊണ്ടിരുത്താം, പക്ഷെ നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കണം. വിളിച്ചോണ്ട് പോ. അമ്മൂമ്മ അങ്ങനെയാണെങ്കിലേ ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ വരും. എന്റെ പേരെ ചോനർ തല ഭവാനി എന്നല്ല, ലച്ചു എന്നാണ്. ലച്ചു വാക്ക് പറഞ്ഞ വാക്ക. നമുക്ക് കാണാം. കാണിച്ചു തരാം. മക്കളെ കഞ്ഞി ഉണ്ടാക്കാൻ എന്റെ ചേച്ചി കഞ്ഞിയാണ്. സോറി, പഞ്ച് മാറി. നേരം കുറെ ആയല്ലോ, സമയത്തിനും കാലത്തിനും വല്ലതും നടക്കുവോ? അമ്മൂമ്മ വെയിറ്റ് ചെയ്യ. അമ്മൂമ്മ ചേച്ചി നീ തിന്നുവാണോ മൊത്തം? ഇല്ല, ഞാൻ ഒരു ഫ്ലോയിൽ പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം അച്ചാറുണ്ട്, ചമ്മന്തി റെഡിയാവും. പിന്നെ പപ്പടം പൊളിക്കണോ? പപ്പടം പൊളിക്കണമെങ്കിൽ പൊളിക്കാം. പപ്പടം പൊളിക്കപ്പോ കഞ്ഞി റെഡിയായ വെന്തോണ്ടിരിക്കുന്നു. അതെ, മാറിക്ക്, ഞാൻ ചെലവിക്കോളാം. മാറി കുറച്ച് ഒരെണ്ണം നിന്നുള്ളൂ. വേണ്ട. തേങ്ങയും വച്ചൽ, ഇത് കഷ്ടപ്പാടാണല്ലോ. തേങ്ങയും വറ്റൽ മുളകും ചെറിയുള്ളതും കൂടെ ചതച്ച് കഞ്ഞിയിലിട്ടാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അമ്മമ്മ ഇത് കാണുമ്പോ ഞെട്ടാ. ഇത് കാണുമ്പോ എന്തായാലും ഞെട്ട്. ഈ ചെറുവ എവിടുന്ന് കിട്ടി? ചെരവ എവിടെയാണോ വെക്കാറ് അവിടെ നിന്ന് കിട്ടി. ഞാൻ നേരത്തെ നോക്കിയതാണല്ലോ. അത് നോക്കണ്ട പോലെ നോക്കണം, അപ്പൊ കിട്ടും. നോക്കണ്ട പോലൊക്കെ തന്നെ നോക്കിയത്. എന്നിട്ട് കിട്ടിയോ? ഇല്ലല്ലോ. ഈ വെട്ടുകത്തി എവിടുന്ന് കിട്ടി? ചന്ദ്രനീന്ന് വീണ് കിട്ടിയതാ. യേശുവേ, പിന്നെ അല്ലാതെ എന്റെ അമ്മൂമ്മ ആ വർക്കേരിയയിൽ ഇരിപ്പുണ്ടായിരുന്നു. വർക്കേരിയയിലൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. എന്റെ അമ്മൂമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടൂല. ഇതൊക്കെ ഇച്ചിരി സമയമൊക്കെ എടുത്ത് സമാധാനത്തോടെ നോക്കണ്ടേ? ഇവിടെ എല്ലാ സാധനങ്ങളും ഇപ്പൊ വന്നു. നേരത്തെ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അത് കരകാന്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചതൊക്കെ തപ്പി പെറുക്കി ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ. ലച്ചുവേ, എന്തോ മോളെ, ഞാനേ മോളെക്കാട്ടി ഒരുപാട് ഓണം കൂടുതലുണ്ടതാ. ഒരുപാട് എന്നെ അങ്ങ് മണ്ടിയാക്കാൻ നോക്കല്ലേ. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അമ്മൂമ്മ കുരുട്ട് ബുദ്ധിയുടെ രാജ്ഞിയാണെന്ന് എനിക്കറിയാം. സത്യം പറ ലച്ചു, എനിക്ക് പാര വെക്കാൻ വേണ്ടി നീ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചതില്ലയോ? ചേട്ടാ, ഞാനിത് കേക്കണം. പാവം പിടിച്ചെന്റെ ചേച്ചി അമ്മൂമ്മയ്ക്ക് വെറുതെ കഷ്ടപ്പാടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി വരെ കഷ്ടപ്പാടോടെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ അമ്മൂമ്മയെ പറയാൻ കൊള്ളാവോ? എടാ കള്ളന് കഞ്ഞി വെച്ചവനെ, ഉള്ളത് പറഞ്ഞാ നിനക്കൊക്കെ കൊള്ളാം. നിന്റെ ഒന്നും ഉടായിപ്പൊന്നും എന്റെ അടുത്ത് കാണിക്കരുത്. സത്യം പറ, നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ നോക്കിയതല്ലയോ? എനിക്കിതിൽ ഒരു പങ്കുമില്ല.